നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ആരംഭിച്ചതായി കളക്ടർ CA ലത. ലെൻസ്ഫെഡിന്റെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ഹാൻഡ്ബുക്ക് റിലീസിംഗ് ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ അത്യാധുനിക 3D സിസ്റ്റം സജ്ജീകരിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ആരംഭിച്ചതായി കളക്ടർ CA ലത. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന് പ്രാഥമിക വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 16-ന് ആരംഭിക്കും. 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ജില്ലയിലുള്ളത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ ഫാറൂഖ് കോളേജിലാണ് നടക്കുക. വടകരയിലെ വോട്ടെണ്ണൽ JDT ഇസ്ലാം കോംപ്ലക്സിലും വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിലെ വോട്ട് വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ലോ കോളേജിലുമാണ് എണ്ണുന്നത്. വോട്ടെണ്ണൽ ജോലിക്കുള്ള ജീവനക്കാരുടെ ആദ്യഘട്ട നിർണയം മെയ് 7-നകം പൂർത്തീകരിക്കും. വോട്ടെണ്ണൽ പ്രക്രിയ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ 29-ന് കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥർ യോഗം ചേരും. മൈക്രോ നിരീക്ഷകർക്കും കൌണ്ടിംഗ് സ്റ്റാഫിനുമായുള്ള പരിശീലനം 12-ന് മുമ്പ് പൂർത്തിയാക്കുമെന്നും റിസർവ് ഉൾപ്പെടെ 1000-ഓളം ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ലെൻസ്ഫെഡിന്റെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ഹാൻഡ്ബുക്ക് റിലീസിംഗ് ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്നു. മന്ത്രി MK മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള പഞ്ചായത്ത് കെട്ടിട നിയമം ഹാൻഡ്ബുക്ക് പ്രകാശനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. കേരള പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി സൂപ്പി നരിക്കാട്ടേരി പുസ്തകം ഏറ്റുവാങ്ങി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലൈസൻസ്ഡ് എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഫെഡറേഷനായി നമ്മുടെ സമൂഹത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ്. അതിലുപരി വളരെ ശാസ്ത്രീയമായി കെട്ടിട നിയമം പരിഷ്കരിക്കുന്നതിന് ഓരോ കാലത്തും ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ലെൻസ്ഫെഡ്. 2011-ൽ രൂപം കൊടുത്ത കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്റെ മുന്നിൽ സമർപ്പിച്ചത്. അതുമുതൽ സർക്കാർ മുനിസിപ്പൽ ചട്ടമായാലും പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളായാലും അത് പരിഷ്കരിക്കുന്നതിൽ ഏറെ ആശ്രയിച്ചിട്ടുള്ളത് ലെൻസ്ഫെഡിനെയാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുക. ഭേദഗതി ചെയ്ത നിയമങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ പതിപ്പ് ലെൻസ്ഫെഡ് മുൻ പ്രസിഡന്റ് K സലീമും ബിൽഡിംഗ് റൂൾ കമ്മിറ്റി കൺവീനർ ചെയർമാൻ T ജാബിറും ചേർന്നാണ് തയ്യാറാക്കിയത്. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ VA ഷബീർ അധ്യക്ഷത വഹിച്ചു. എഞ്ചിനീയർ K സലീം പുസ്തകത്തെപ്പറ്റി വിവരണം നൽകി. സ്റ്റേറ്റ് ട്രഷറർ ജോഷി സെബാസ്റ്റ്യൻ, സെക്രട്ടറി ദിനേശ് കുമാർ, ജില്ലാ സെക്രട്ടറി KK സുധീഷ് കുമാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ അത്യാധുനിക 3D സിസ്റ്റം സജ്ജീകരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ മികച്ച മേഖലാ ശാസ്ത്ര കേന്ദ്രമായ കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലാണ് ഈ അവധിക്കാലത്ത് കൊച്ചുകൂട്ടുകാർക്കായി ഒരു പുതിയ വിസ്മയം കൂടി മിഴി തുറക്കുന്നത്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ അത്യാധുനിക 3D സിസ്റ്റം സജ്ജീകരിച്ച ഹൈ ഡെഫിനിഷനിൽ 3D പ്രൊജക്ടർ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപ ചെലവഴിച്ച് സിംഗപ്പൂരിൽ നിന്നുമാണ് ഈ സംവിധാനം ലഭ്യമാക്കിയത്. അഞ്ച് 5.1 ചാനൽ ഓഡിയോ സിസ്റ്റമാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പുതിയ സംവിധാനത്തിലൂടെ 3D ഫിലിം പ്രദർശനം മികവാർന്നതും ദൃശ്യങ്ങൾ കാണികളിലേക്ക് ഇഴകിച്ചേരുന്ന പ്രീതി അനുഭവപ്പെടുകയും ചെയ്യും. 10 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ഡിനോസർ തീം പാർക്ക്, ആനിമൽ വിഷൻ എന്നീ 2 ഫിലിമുകളാണ് ഇതിൽ പ്രദർശിപ്പിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്ന ഈ ഗിഫ്റ്റ് ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞെങ്കിലും
2.5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കിത് കാണാൻ പറ്റിയുള്ളൂ എന്നുള്ള ദുഃഖം. ഞാൻ ഉടനെ ചോദിച്ചു, രാമേന്ദ്രനോട് ചോദിച്ചു, എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും എല്ലാ കുട്ടികളും നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഒരു ചെറിയ പ്ലാനറ്റോറിയം തിരുവനന്തപുരത്തുണ്ടെങ്കിലും അവരെല്ലാം ഇവിടെ വരട്ടെ, ഇവിടെ വരണം, ഇത് കാണണം. വീണ്ടും എൻ്റെ മനസ്സിൽ വന്നു കുട്ടിക്കാലം. രാവിലെ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നു, സൂര്യൻ ഇങ്ങനെ ഓടുന്നത് കാണുന്നു. അത് പഠിച്ചു. അവിടെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ മാറ്റിമറിച്ചാൽ സൂര്യൻ ഓടുന്നില്ല എന്ന് പറഞ്ഞത്, നമ്മളെ ഭൂമി ഓടുന്നു എന്ന് പറഞ്ഞത്. ഇത് കണ്ട് രാവെങ്ങനെ പകലെങ്ങനെ മൺസൂൺസ് എങ്ങനെ അല്ലെങ്കിൽ സീസൺ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരവസരം എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ ഓർക്കുകയാണ്, 3D ഇഫക്റ്റിൽ കൂടെ കഴിഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ഈ പ്രപഞ്ചത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അവരുടെ ചിന്താശക്തികൾ വികസിക്കും, വർദ്ധിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവും, സത്യം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പിയറിംഗ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എം ആനന്ദ്രാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, KM സുനിൽ, VS രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിവസവും രാവിലെ 11, 1, 3, 5 എന്നീ സമയങ്ങളിലാണ് 3D ഫിലിം പ്രദർശനം നടത്തുന്നത്. വർദ്ധിപ്പിച്ച സി ടാക്സ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള കോൺട്രാക്ട് ഗാരേജ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിച്ച സി ടാക്സ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കോൺട്രാക്ട് ഗാരേജ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഹന ഉടമകൾ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 500ഓളം വണ്ടികൾ ഓടുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ ഉപജീവനം കഴിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു ഉപജീവന മാർഗം റോഡിലേക്ക് പരസ്യമായിട്ടുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടി ഓടിക്കാൻ വേറൊരു വണ്ടിക്കും നിർവാഹമില്ല. പുതുതായുണ്ടായ നികുതി വർധനവിലെ അശാസ്ത്രീയമായ നിഗമനങ്ങൾ വ്യവസായത്തെ നശിപ്പിക്കുമെന്നും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് നികുതി വർധനവെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആഡംബര നികുതിയുടെ പേരിൽ സീറ്റുകൾ പുഷ്ബാക്ക് ആണെന്ന കാരണം പറഞ്ഞാണ് സീറ്റൊന്നിന് ത്രൈമാസ നികുതിയായി ചുമത്തിയിരുന്ന 310 രൂപ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. ഈ വർധനവ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. കോൺട്രാക്ട് ഗാരേജ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളായ എബി, വി വിനോദ് കുമാർ, ബിജു, ഷിബു എന്നിവർ മാർച്ചിൽ പ്രസംഗിച്ചു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർഗവസന്തം 2014 എന്ന പേരിൽ സഹവാസ ക്യാമ്പ് നടത്തി. കഥാ ക്യാമ്പിന്റെ ഉദ്ഘാടനം സാഹിത്യകാരി P വത്സല നിർവഹിച്ചു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വിവിധ സർക്കാർ സ്വയംഭരണ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് സർഗവസന്തം അവധിക്കാല സഹവാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സർഗവസന്തം 2014 കഥാ ക്യാമ്പിന്റെ ഉദ്ഘാടനം സാഹിത്യകാരി P വത്സൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെറുകഥയിൽ നിന്നോ ആണ് എഴുത്ത് ഇന്ന് ആരംഭിക്കുന്നത്. ചെറുകഥാകാരന്മാരിൽ പല ആളുകളും നോവലിൽ പ്രവേശിച്ചപ്പോൾ പരാജയപ്പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് വർത്തമാനകാലത്ത് നല്ല നോവലുകൾ കിട്ടുന്നില്ല എന്നാണ് പ്രസാധകരുടെ ഏറ്റവും വലിയ പരാതി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ നെടുമുടി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം ഹരിദാസ് മൊഗേരി, രാധിക C നായർ, ഷൈബിൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ എന്നിവർ സംസാരിച്ചു. കാളാണ്ടിത്താഴം ദർശന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചാടിക്കൂട്ടം എന്ന പേരിൽ കുട്ടികൾക്കായി വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാത്തമംഗലം VT രമേശിന്റെ നേതൃത്വത്തിൽ ഒറിഗാമി നിർമ്മാണ ക്ലാസ് നടന്നു. കാളാണ്ടിത്തയം ദർശനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വേനലവധി ക്യാമ്പ് മഞ്ചാടിക്കൂട്ടം സംഘടിപ്പിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 75 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ കുട്ടികൾക്കായി നിരവധി ക്ലാസുകളും വിവിധ കലാകായിക വിനോദ വിജ്ഞാന റൌണ്ടുകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. MK സജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദർശനം സാംസ്കാരിക വേദി ഓരോരോ പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ഇത്തവണ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ പ്രദേശത്തെ, അതായത് കാളാണ്ടിത്താഴം, വിരുപ്പിൽ, പാലക്കോട്ട് വയൽ, ഇവിടെ വയനാട് മെഡിക്കൽ കോളേജ്, വയനാടല്ല മായാപ്പറമ്പ്, ഈ മേഖലകളിലുള്ള കുട്ടികൾക്ക് സ്വന്തമായ രീതിയിൽ അവർക്ക് ഈ ഒരു ഉയർച്ചയും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പരിപാടിയാണ് മഞ്ചാടിക്കൂട്ടം. അപ്പോൾ ഇന്നലെ കവി PK ഗോപിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.
ഇനി ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടൂറ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. 5 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. ചൊവ്വാഴ്ചയാണ് ഇത് അവസാനിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ നടന്നത് മാജിക് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് കെമിസ്ട്രി, പിന്നെ രസതന്ത്രം ലളിതമാക്കാനുള്ള പല പരീക്ഷണ നിരീക്ഷണങ്ങളായിരുന്നു ഇന്നലെ നടത്തിയത്. ഇന്ന് ഒറിഗാമിയെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. നിങ്ങളിപ്പോഴും വന്നപ്പോൾ കണ്ടത് ഒറിഗാമിയുടെ ക്ലാസ്സാണ്. ഇനി നാളെ നടക്കാൻ പോകുന്നത്, നാളെയും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് ഗണിതം രസകരം എന്നുള്ള ചിത്രകലയിൽ കൂടെ ഗണിതം പഠിപ്പിക്കാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പിന്നെ കളികളിൽ കൂടെ പല കാര്യങ്ങളും പഠിക്കേണ്ടത് എങ്ങനെ, പിന്നെ പാടാം, ആടാം, അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമുണ്ട്. ഇങ്ങനെ 5 ദിവസങ്ങളിൽ നീണ്ട് കുട്ടികൾക്ക് പല രീതിയിലും പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പല പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്ന് എലൈറ്റ് സിവിൽ സർവീസ് സ്റ്റഡീസ് സെന്റർ. മെയ് 1 മുതൽ ആരംഭിക്കുന്ന കോച്ചിംഗ് ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക പരിശീലനമാണ് എലൈറ്റ് സിവിൽ സർവീസ് സ്റ്റഡീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ ആരംഭിക്കുക. MCC ബാങ്കിന് സമീപം ആരംഭിക്കുന്ന കോച്ചിംഗ് ക്ലാസ്സിൽ ഒരു ബാച്ചിൽ 25 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം അനുവദിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു സിവിൽ സർവന്റ് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ്, ചില ക്വാളിറ്റീസ്, പേഴ്സണലി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളെ ഈ പരിശീലന ക്ലാസ്. അപ്പം ഈ റീഡിംഗ് ഹാബിറ്റ്, ഒപ്റ്റിമൽ റീഡിംഗ് ഹാബിറ്റ്, അതായത് നമ്മളൊരു സംഗതി വായിച്ചു കഴിഞ്ഞാൽ അതിന് മാക്സിമം കണ്ടന്റ് നമുക്ക് കിട്ടണം. അപ്പൊ ഒപ്റ്റിമൽ റീഡിംഗ് ഹാബിറ്റ്, അതായത് റൈറ്റിംഗ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ആ റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ സിവിൽ സർവന്റിന് ഏറ്റവും വേണ്ട ഒരു കഴിവാണ് റൈറ്റിംഗ് സ്കില്ല്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ക്ലാസ്. പിന്നെ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി, അത് നമ്മുടെ സിവിൽ സർവീസിന്റെ സിലബസ് തന്നെ സ്പെഷ്യലായിട്ട് പറയുന്നതാണ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. അപ്പൊ അതിന് നമുക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ്, അപ്പൊ ഇങ്ങനത്തെ ഓരോ നാനാവശങ്ങൾക്കും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കോഴ്സ് ആണ് ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 22ാമത് ജില്ലാ സമ്മേളനം 28, 29 ദിവസങ്ങളിൽ അഴകൊടി ഓഡിറ്റോറിയത്തിൽ നടക്കും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 22ാമത് ജില്ലാ സമ്മേളനമാണ് ഏപ്രിൽ 28, 29 ദിവസങ്ങളിൽ അഴകൊടി ഓഡിറ്റോറിയത്തിൽ നടക്കുക. ഏപ്രിൽ 28-ന് ജാഫർഖാൻ കോളേജിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. MK രാഘവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയിൽ ഇത്രയധികം അംഗങ്ങൾ അംഗത്വം എടുക്കുന്നതും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരമാവധി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ അങ്ങനെയുള്ള ഈ ഞങ്ങളുടെ സംഘടനയുടെ 22ാം സമ്മേളനം ജില്ലാ സമ്മേളനമാണ് അഴകൊടി ഓഡിറ്റോറിയത്തിൽ വരുന്ന 28, 29 തീയതികളിൽ നടക്കുന്നത്. അപ്പോ അതിന് സാംസ്കാരിക സമ്മേളനമുണ്ട്, വനിതാ സമ്മേളനമുണ്ട്, സുഹൃത്ത് സമ്മേളനമുണ്ട്. അങ്ങനെ നമ്മുടെ സംഘടനാപരമായ മറ്റ് ചർച്ചകളും റിപ്പോർട്ടും ചർച്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൽപ്പക്കവേദി കുതിരവട്ടം സൌത്തിന്റെ 14ാം വാർഷികാഘോഷം നടന്നു. സിനിമാ നടൻ ബാബു സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. സേവനത്തിന്റെയും കൂട്ടായ്മയുടെയും 14 വർഷങ്ങൾ പൂർത്തിയാക്കി കലാ, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തമായ സ്ഥാനമുറപ്പിച്ച അയൽപ്പക്കവേദി കുതിരവട്ടം സൌത്തിന്റെ 14ാം വാർഷികാഘോഷവും അംഗങ്ങളുടെ ഒത്തുചേരലും നടന്നു. സിനിമാ നടൻ ശ്രീ ബാബുസ്വാമി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ആകെ മലക്കം മറിഞ്ഞിരിക്കണം. നമ്മൾ അനുകരിച്ച് നമ്മൾക്കിപ്പോ ഏതൊരു കുടുംബത്തിലാണ്, ഏതൊരു വീട്ടിലാണ് അസുഖമില്ലാത്തൊരു വീട് ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും കുടുംബങ്ങളിൽ ആർക്കും അസുഖമൊന്നുമില്ലാതെ സുഖമായി കഴിയുന്നുണ്ടോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ട്രിപ്പിൾ ജാസ് എ ഗ്രേഡ് നേടി മികവ് തെളിയിച്ച അയൽപ്പക്കവേദി കുടുംബാംഗം KS ശ്രീരാഗിനെ അനുമോദിച്ചു. K ജയരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P ദിവാകരൻ, ബിജേഷ് കുമാർ, P ബാബു, മദൻ, K ശ്രീകുമാർ, C പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടിൽപീടിക സക്സസ് റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷം നടന്നു. മേയർ പ്രൊഫസർ MK പ്രേമചന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടിൽപീടിക സക്സസ് റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷം കോർപ്പറേഷൻ മേയർ പ്രൊഫസർ പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കുപോക്ക് നടത്താൻ സാധിക്കുമെന്ന ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്നാണ്. എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക,
അല്ലെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളിപ്പം മോഡേൺ ഭാഷയിൽ പറയുന്നത്, ഇംഗ്ലീഷ് പറയുന്നത് ചെയ്യുന്നത് ഒരു പ്രയാസമല്ല. മറ്റൊന്ന്, ഓരോ കുട്ടിയും ഇന്ന് അവരവരുടെ താല്പര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നവരായിട്ട് മാറുകയാണ്. സിനിമാ താരം മാമുക്കോയ മുഖ്യ അതിഥിയായ ചടങ്ങിൽ MK അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശ്രീമതി KT പത്മജ, അനിത കൃഷ്ണനുണ്ണി, PT നൌഷാദ്, അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സക്സസ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എടക്കാട് ഗണപതിക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികാഘോഷം നടന്നു. 73ാം വാർഡ് കൌൺസിലർ KV ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. എടക്കാട് ഗണപതിക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികാഘോഷം വാർഷികോത്സവ് 2014 എന്ന പേരിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K രാജഗോപാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ 73ാം വാർഡ് കൌൺസിലർ KV ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൌഹാർദ്ദ, സുഹൃതം, ഗംഗ, ഉദയം തുടങ്ങിയ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസിഡന്റുമാർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 80 വയസ്സ് തികഞ്ഞ അസോസിയേഷനിലെ മുതിർന്ന പൌരന്മാരായ T ഗോവിന്ദൻ നമ്പീശൻ, ഗോഡ്ഫ്രിഡ് സാമുവൽ, കൌസു, 50 വർഷം ദാമ്പത്യം പിന്നിട്ട ദമ്പതിമാരായ ചിറ്റേടത്ത് ചന്ദ്രൻ, സരോജിനി, M അപ്പുദേവി എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഓർക്കസ്ട്ര, ഫാഷൻ ഷോ തുടങ്ങിയവ നടന്നു. വളരെ വിപുലമായ ബന്ധങ്ങളുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാം അണുകുടുംബത്തിലേക്ക് കേരളത്തിൽ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെ ഒരു കാലത്ത് കടുത്ത മത്സരങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയ സമൂഹം എത്തിയ സന്ദർഭത്തിലാണ് പരസ്പരമുള്ള അടുത്ത അയൽവക്കക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ആരാണ് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നത് എന്നറിയാത്ത പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലുള്ള ജനത, അത്തരമൊരു സമയത്താണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയും ഇവിടെ പറഞ്ഞതുപോലെ റിട്ടയർ ചെയ്ത ആളുകളുടെ ഒരു സംഘടന എന്ന് ചെറുപ്പക്കാർ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംഘം വളരെ അർത്ഥവത്തായ നിരവധി പ്രവർത്തനങ്ങൾക്ക്, ഇത് ഒരു റിട്ടയർ ചെയ്തവരുടെ സംഘമായി ഞാൻ കാണുന്നില്ല. എല്ലാ പ്രദേശത്തും വളരെ സജീവമായി ഇടപെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇത്തരം സംഘങ്ങളിലുണ്ട്. ലിബി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ശങ്കരി ദുർഗയുടെ ഭൂഗോളത്തിന്റെ അവകാശികൾ പുസ്തക പ്രകാശനം നടന്നു. എഴുത്തുകാരൻ PR നാഥൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലിബി പബ്ലിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീമതി ശങ്കരി ദുർഗ രചിച്ച ഭൂഗോളത്തിന്റെ അവകാശികൾ പറഞ്ഞ കഥ എന്ന ബാലസാഹിത്യകൃതിയുടെ പ്രകാശനം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ PR നാഥൻ പുസ്തക പ്രകാശനം നടത്തി. കവിയും ചിത്രകാരനുമായ ശ്രീ പോൾ കല്ലാനോട് അധ്യക്ഷത വഹിച്ചു. ആദായ നികുതി കമ്മീഷണർ PN ദേവദാസ്, ഇല്ലിക്കെട്ട് നമ്പൂതിരി, CM കൃഷ്ണനുണ്ണി, സത്യൻ കല്ലുരുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. മികച്ച ബാലസാഹിത്യകൃതികൾ, എനിക്കിങ്ങനെ ഒരു ചോദ്യം ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു. ഞാൻ ചില ബാലസാഹിത്യകൃതികൾ എഴുതിയിട്ടുള്ള ആളെന്നായിരിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ആരൊക്കെയാണ് മികച്ച ബാലസാഹിത്യകാരന്മാർ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു MT വാസുദേവൻ നായർ, നന്ദനാണ്, ഉറൂബ്, പിന്നെ നരേന്ദ്രനാഥ്, തീർച്ചയായിട്ടും നരേന്ദ്രനാഥ്, G കമലമ്മ, അങ്ങനെ കുറെ ആളുകളുടെ പേര് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ആരംഭിച്ചതായി കളക്ടർ CA ലത. ലെൻസ്ഫെഡിന്റെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ഹാൻഡ്ബുക്ക് റിലീസിംഗ് ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ അത്യാധുനിക 3D സിസ്റ്റം സജ്ജീകരിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.